അന്നൊക്കെ ഭയങ്കര എന്താ പറയാ അച്ചടക്കത്തോട് കൂടിയിട്ടാണ് നടന്നിരുന്നത്. നമ്മൾ പൊതുസമൂഹത്തെ നമ്മൾ എന്താ പറയാ ആദരിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ ബഹുമാനിച്ചിരുന്നു. ഇന്ന് അങ്ങനെയില്ല. ഇന്ന് മണ്ണാർക്കാട് സ്റ്റാൻഡിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, മണ്ണാർക്കാടത്തെ കാര്യം പോട്ടെ, പാലക്കാട്, കോഴിക്കോട്, പെരിന്തൽമണ്ണ, എറണാകുളം, ഇനിയിപ്പോൾ കേരളത്തിൽ മൊത്തം പറയാം. അപ്പോൾ ഇതാരും ഞാൻ കുറ്റപ്പെടുത്തിയെന്ന് പറയല്ല, ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. ചില വീഡിയോസൊക്കെ ഈ നമ്മൾ കാണാറുണ്ട് ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ അത് പറ്റില്ല, അത് നടക്കില്ല. അപ്പോൾ നമ്മുടെ ഈ തലമുറ എവിടേക്കാണ്? പക്ഷേ ഈ KSRTCയിലെ ഡ്രൈവർമാർ കാലന്മാരാണ് ശരിക്കും. അതാണ് കാരണം. ഇവർക്ക് മുന്നും പിന്നും എവിടെയാണ്, സൈഡ് ഏതാണ്, റോഡ് ഏതാണ്, ഏത് രീതിയിൽ വാഹനം ഓടിക്കണം, എങ്ങനെ റോഡിൻ്റെ ട്രാഫിക് ലൈനിനെ കുറിച്ചിട്ട് വാഹനം ഓടിക്കണം, ഒന്നും അറിയില്ല. ഇവർക്ക് എന്തൊരു അഹങ്കാരം ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ടി ഏതെങ്കിലും വണ്ടിയായിട്ട് തട്ടിയാൽ പിന്നെ അവിടെ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ നമ്മുടെ സർക്കാരിൻ്റെ ഏതെങ്കിലും ആൾക്കാരെ പോലെയാണ് പെരുമാറുന്നത്. അതായത് വലിയ ആളുകളിൽ ഇപ്പോൾ പോയതൊരു പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറയാതിരിക്കാനും വയ്യ, എന്നാൽ പറയാനും വയ്യാറുന്ന പോലെ. അപ്പോൾ ഒരു പാലക്കാട് കോഴിക്കോട് ബസ്സിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ മണ്ണാർക്കാട് നിന്ന് പാലക്കാട്ടേക്ക് പോണ ഒരു ബസ്സിൻ്റെ, പ്രൈവറ്റ് ബസ്സിൻ്റെ പിന്നിലും മുന്നിലും 2 KSRTC ബസ്സുകളാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ വാർത്തയിലൊരു കാര്യം പറയുണ്ടായി. KSRTC വലിയ റെക്കോർഡിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിന്ന് KSRTC ബസ്സിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യം പറയാം. അത് ഈ റെക്കോർഡാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് റെക്കോർഡാണ് KSRTC ബസ്, ലോക റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് റെക്കോർഡുകൾ കൊണ്ട് മൂപ്പര് KSRTC ഡിപ്പോയിനെ, അല്ലെങ്കിൽ KSRTC എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ മാറ്റാൻ കഴിയുമോ, ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒഴിഞ്ഞിരുന്ന് സംസാരിക്കണം. അപ്പോഴാണ് നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സുഖം കിട്ടുള്ളൂ. ഒന്നും ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഓരോ ആൾക്കാരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസങ്ങളിലും വാർത്താമാധ്യമക്കാർ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണോ എന്നറിയില്ല. അപ്പോൾ KSRTCനെ സംബന്ധിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നുമില്ല. കാരണം നല്ല വൃത്തിയുള്ള ബസ്സാണ്. ആളുകളെ കയറ്റാനും ആളുകളെ കറക്റ്റ് സ്റ്റോപ്പിൽ ഇറക്കാനൊക്കെ മിടുക്കന്മാരായ കണ്ടക്ടർമാരും എല്ലാവരും ഉണ്ട് നമ്മുടെ KSRTCയിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ചില സമയത്ത് കാണാറുണ്ട് വാർത്തയിൽ. അപ്പോൾ വാർത്താക്കാർ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് ഞാൻ പറയുള്ളൂ. എന്നാൽ 100% എന്താ പറയുക, 95% മോശമാണ്. അപ്പോൾ എന്താണ് ഈ ഗണേഷ് കുമാർ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ആനവണ്ടീനെ നമുക്കൊന്ന് കാണണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇപ്പോൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ പാലക്കാട്ടേക്ക് ഇപ്പോൾ പോയതൊരു പ്രൈവറ്റ് ബസ്സാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറയാതിരിക്കാനും വയ്യ, എന്നാൽ പറയാനും വയ്യാറുന്ന പോലെ. അപ്പോൾ ഒരു പാലക്കാട് കോഴിക്കോട് ബസ്സിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ മണ്ണാർക്കാട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് പോണ ഒരു ബസ്സിൻ്റെ, പ്രൈവറ്റ് ബസ്സിൻ്റെ പിന്നിലും മുന്നിലും 2 KSRTC ബസ്സുകളാണ് ഉണ്ടാവുക. അപ്പോൾ അവിടുന്ന് ഒരു ബസ് കോഴിക്കോടേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ ഏകദേശം ഒരു 4 സെക്കൻഡ്, 5 സെക്കൻഡ്, അല്ലെങ്കിൽ 10 സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഒരു KSRTC ബസ് പോവുക. അപ്പോൾ നമ്മുടെ ഗണേഷ് കുമാർ ചെയ്യേണ്ടത്, ഇപ്പോൾ ലോക റെക്കോർഡ് അല്ലെങ്കിൽ കേരളത്തിൽ നമ്പർ 1 റെക്കോർഡ് എന്നൊക്കെ പറയുന്നുണ്ട് KSRTCക്ക് വരുമാനം കൊണ്ട്. എത്ര റെക്കോർഡ് എത്ര ആയാലും, പൈസ എത്ര കിട്ടിയാലും, ആദ്യം ആ KSRTCയുടെ ആ ബോഡി ബിൽഡപ്പാണ് മാറ്റേണ്ടത്. കാരണം ഇതിൻ്റെ വൃത്തി, ഇപ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ അത്ര വൃത്തി പോലും KSRTC ബസ്സിനില്ല. അപ്പോൾ അതൊക്കെയാണ് ആദ്യം നമ്മുടെ ഗണേഷ് കുമാർ നോക്കി കണ്ട്
അവരെ പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടു ഒരു ഡ്രൈവർ ബസ്സിൻ്റെ മുന്നിൽ KSRTC ബസ്സിൻ്റെ മുന്നിൽ വെള്ളക്കുപ്പി വെച്ചതിന് മൂപ്പര് വന്നിട്ട് പട്ടി ഷോ കാണിച്ചത്. അപ്പോൾ വിവരമില്ലാത്ത ഒരാളായിട്ട് മാറരുത്. മറ്റുള്ള ആൾക്കാരുടെ തീരുമാനത്തിൽ നിങ്ങൾ ഒരിക്കലും എന്താ പറയുക പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആളുകളെ വഷളാക്കരുത്. അപ്പോൾ KSRTCനെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ ഓരോ എന്താ പറയുക ഒരു അജണ്ടയാണ്. കാരണം പിന്നെ എന്താ പറയുക എന്തൊക്കെയോ സർക്കാരിന് ജനങ്ങളോട് മറക്കാനല്ല മറയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇവർ എന്ത് ചെയ്യണ അറിയോ, ഓരോ എന്താ പറയുക പൊട്ടത്തരങ്ങൾ വിഡ്ഢിത്തരമായിട്ടുള്ള വാർത്തകൾ നമുക്ക് വേണം. വാർത്തകൾ നമുക്ക് കാര്യങ്ങൾ അറിയാനൊക്കെ നമുക്ക് അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഇത് ഏത് സമയവും ഈ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തകൾ മാത്രമാവരുത്. ഇപ്പോൾ പിന്നെ KSRTCനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ടക്ടർ ഒരു സ്ത്രീയോട് മോശമായി പെരുമാറി. അതേപോലെ തന്നെ പത്തനംതിട്ടയിലാണെന്ന് തോന്നുന്നുണ്ട്, അവിടെ ഒരു ബൈക്കുകാരൻ്റെ ബൈക്കിൽ തട്ടിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നൊരു എന്താ പറയുക സീന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതൊന്നും ഈ മന്ത്രി അറിയുന്നില്ലേ, അതോ മന്ത്രി അതിന് വളം വെച്ച് കൊടുക്കുകയാണോ? ഇപ്പോൾ KSRTC ഡ്രൈവർമാർക്ക് ശരിക്കും ഒരു ദിവസം 600-700 രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് പറയേണ്ടത്. എന്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ? ചിലപ്പോൾ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, KSRTCയിലെ ബസ് കണ്ടക്ടർമാരും ഡ്രൈവർമാരും ചിലപ്പോൾ അവർക്ക് ഡ്രൈവിങ്ങിൻ്റെ ഒരു മെത്തേഡും അറിയാത്ത ആൾക്കാരാണ്. കാരണം കണ്ടക്ടർമാർക്ക് പൈസ പിരിക്കാനും കൂടി ചിലപ്പോൾ അറിയില്ല. ചില സമയത്ത് ഡ്രൈവർമാർ മോശമായിട്ട് യാത്രക്കാരോട് പെരുമാറുന്നുണ്ട്. പിന്നെ രാത്രിയിൽ ബസ് സ്റ്റോപ്പിൽ ഇറക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ കേട്ടു. അപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം തന്നെ മണ്ണാർക്കാടിൽ വെച്ചിട്ടൊരു സംഭവം ഉണ്ടായി. ഈ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ, അതായത് കോഴിക്കോട് താമരശ്ശേരിക്ക് പോണ ഒരു ഫാസ്റ്റ് പാസഞ്ചറാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ഡ്രൈവർ ഒരു കാറുമായിട്ട് ചെറുതായിട്ടൊന്ന് ടച്ചായിരുന്നു. അതിൻ്റെ സൈഡിൽ എന്താ പറയുക ബാക്കത്തെ ബ്രേക്ക് ലൈറ്റ്, അതേപോലെ അതിൻ്റെ ബാക്കത്തെ ലൈറ്റൊക്കെ അത്യാവശ്യം പൊട്ടി, ബോഡി ചെറുതായിട്ടൊക്കെ ചളുങ്ങുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ തെറ്റ് ഈ ബസ്സുകാരെ KSRTC ബസ്സിൻ്റെ ഭാഗത്ത് തന്നെയാണ്. കാരണം കാറിൻ്റെ സൈഡിലും ബസ് റോങ് സൈഡുമാണ്. അത് നമ്മളിപ്പോൾ റോഡിലാണെങ്കിലും നമുക്കിപ്പോൾ എവിടെയാണെങ്കിലും അപകടങ്ങൾ എപ്പോഴാണ് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവർമാരുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മൾ യാത്രക്കാരെ കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് വിശ്വാസം തന്നെയാണ്. ഡ്രൈവറാണ് ഒരു വാഹനത്തിൻ്റെ ഒരു ദൈവം എന്ന് പറഞ്ഞത്. പക്ഷേ ഈ KSRTCയിലെ ഡ്രൈവർമാർ കാലന്മാരാണ്, ശരിക്കും അതാണ്. കാരണം ഇവർക്ക് മുന്നും പിന്നും എവിടെയാണ്, സൈഡ് ഏതാണ്, റോഡ് ഏതാണ്, ഏത് രീതിയിൽ വാഹനം ഓടിക്കണം, എങ്ങനെ റോഡിൻ്റെ ട്രാഫിക് ലൈനിനെ കുറിച്ചിട്ട് വാഹനം ഓടിക്കണം ഒന്നും അറിയില്ല. ഇവർക്ക് എന്തൊരു അഹങ്കാരം ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും വണ്ടിയായിട്ട് തട്ടിയാൽ പിന്നെ അവിടെ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ നമ്മുടെ സർക്കാരിൻ്റെ ഏതെങ്കിലും ആൾക്കാരെ പോലെയാണ് പെരുമാറുന്നത്. അതായത് വലിയ തീവ്രവാദികളെ കണ്ടിട്ട് അല്ലെങ്കിൽ തീവ്രവാദികളെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലുള്ള രീതിയിലാണ് ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരും പെരുമാറാറ്. അപ്പോൾ അതിനൊക്കെ ശരിക്കും ജനങ്ങൾ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം തന്നെയുള്ളൂ. കാരണം ഇവരൊക്കെ എന്താ പറയുക ദിവസവേതനത്തിന് വന്ന് ജോലി എടുക്കുന്ന ആൾക്കാരാണ്. അല്ല അപ്പോൾ ഇവർ സെക്രട്ടേറിയറ്റിലെ ഒപ്പിട്ട് കൊടുക്കുന്ന ആൾക്കാരൊന്നുമല്ല. അത് ഒരു പ്രൈവറ്റ് ബസ് എവിടെയെങ്കിലും മുട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മലയാളികളായ പൊട്ടന്മാർ വിവരമില്ലാത്തവരൊക്കെ കയറിയിട്ട് ആ ബസ്സിൻ്റെ ചില്ല് അടിച്ചു പൊട്ടിക്കുക, ഡ്രൈവറെ തെറി പറയുക, അതേപോലെ എന്താ പറയുക പിന്നെ വേണ്ടാത്ത രീതിയിൽ എന്തൊക്കെ പറയാണ്ടോ അല്ലെ ചെയ്യാണ്ടോ അതൊക്കെ ചെയ്യും. അതാണ് നമ്മുടെ മലയാളിയുടെ ഒരു പ്രത്യേക സ്വഭാവം. പക്ഷേ ഈ KSRTC ബസ് മുട്ട ഇപ്പോൾ ഇന്നലെ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ വെച്ചിട്ട് ഒരു പോലീസ് ജീപ്പും ഒരു KSRTC ബസ്സും കൂടി ഇടിക്കുക എന്ന് മാത്രമല്ല ആ ജീപ്പ് ശരിക്കും പപ്പടം പൊടിഞ്ഞ മാതിരിയായിരുന്നു. അപ്പോൾ ഇത് ആരുടെ ശ്രദ്ധ കുറവുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വടക്കാഞ്ചേരിയിൽ വെച്ചിട്ട് ഒരു ടൂറിസ്റ്റ് ബസ്സും ഒരു KSRTC ബസ്സും കൂടി ഇടിച്ചിട്ട് കുറച്ച് പേര് മരിച്ചു. അതിന് എതിരെയായിട്ട് കേരളത്തിലെ മുഴുവൻ ടൂറിസ്റ്റ് ബസ്സുകളും വെള്ള പെയിൻ്റ് ആക്കണം. കാരണം
ഈ വരുന്നത് ടൂറിസ്റ്റ് ബസ്സാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ലോഗോ ആൻ്റണി രാജു ചെയ്ത പരിപാടിയാണത്. അയാളിപ്പോൾ ശരിക്കും നല്ല ടെൻഷനിൽ തന്നെ. ഷെഡിയിൽ പിന്നെ എന്തോ പിന്നെ ഡ്രഗ്സ് വെച്ചതിൻ്റെ പേരിൽ എന്തൊക്കെ കേസുണ്ട്. അപ്പോൾ ശരിക്കും മൂപ്പരൊക്കെ ജയിലിൽ അടക്കണം. കാരണം പൊതുജനത്തിൻ്റെ ആവശ്യങ്ങളും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരു മന്ത്രി ആയിരുന്നു അന്ന്, ഗതാഗത മന്ത്രി. അപ്പോൾ അവരൊക്കെ ശരിക്കും എന്താ ഒരു തുള്ളി വെള്ളം കിട്ടാതെ ദിവസങ്ങളോളം മരിക്കാതെ കിടക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അത് ഞാനിങ്ങനെ പറയുന്നത് വെറുതെ ഇരുന്ന് പറയല്ല. ഓരോ കാര്യങ്ങളും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. റോഡിൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. വാഹനങ്ങളുടെ ഒരു എന്താ പറയുക അകലം പാലിക്കാനുള്ള അറിവ് ഇവിടെയുള്ള ആൾക്കാർക്കില്ല. നമ്മളൊക്കെ എപ്പോഴും കാണും. നമ്മൾ ശരിക്കും വാഹനത്തിൽ പോകുമ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിൽ ഒരു മുന്നത്തെ വാഹനത്തിന് പിന്നത്തെ വാഹനത്തിനും 10 അടി അകലം പാലിച്ചിട്ട് വേണം പോകാൻ. ചില വാഹനങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്, ചിലവർ അങ്ങനെയല്ല. നമ്മൾ ഈ പാമ്പ് എഴീന്ന് കണ്ടിട്ടില്ലേ, അതേപോലെ അങ്ങടും ഇങ്ങടും കയറിയിട്ട് ഇങ്ങനെ പോകണ കാണാം. അപ്പോൾ അതൊക്കെയാണ് ശരിക്കും പൊതുജനങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട, ഈ ഡ്രൈവർമാർക്ക് കൊടുക്കേണ്ട ഒരു പൊതുബോധം. ഇതൊന്നും ചെയ്യാതെ ഇവർ KSRTCയുടെ കാര്യം പറയണു, അല്ലെങ്കിൽ വെള്ള പെയിൻ്റ് അടിച്ച കാര്യം പറയണു. ഇപ്പോൾ ചങ്ങനാശ്ശേരിത്തെ കാര്യം തന്നെ നമുക്ക് പറയാം. പോലീസ് ജീപ്പിൽ KSRTC ഇടിച്ചു എന്നുള്ളത്. അപ്പോൾ വാർത്താക്കാരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പോലീസുകാരുമായിട്ടാണ് ഇവർ പിന്നെ അഭിപ്രായം തേടുന്നത്. ശരിക്കും ആ ബസ്സിലെ യാത്രക്കാരുമായിട്ടാണ് സംസാരിക്കേണ്ടത്. അപ്പോഴല്ലേ ഈ ബസ് എത്ര വേഗതയിലായിരുന്നു, അല്ലെങ്കിൽ ബസ് എങ്ങനെയായിരുന്നു പോയത്, അത് പിന്നെ ബസ് അമിതവേഗം ആയിരുന്നോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കണം. അത് ഡ്രഗ്സ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അടിച്ചു കയറ്റിയില്ലോ, അതൊക്കെ നമ്മൾ ശരിക്കും ചോദ്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ വാർത്താക്കാരൻ പറയാണ് അവരെ ചോദ്യം ചെയ്തിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കണതെന്ന്. ആ വിചാരിക്കുക മാത്രമേ ഉള്ളൂ. കാരണം ഇവർക്ക് തെറ്റ് ചെയ്തവനെ പിടിക്കാൻ പേടിയില്ല. തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ പിടിക്കാനും ജയിലിലടയ്ക്കാനും ഒക്കെയാണ് ഇവർക്ക് ആഗ്രഹം. അതാണ് സാധാരണ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക നീതി. ഇതൊക്കെയാണ് ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നമ്മുടെ മലയാളം ചാനലുകാർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചിട്ട് ഒരറിവുമില്ല. വെറുതെ അവരിങ്ങനെ പിന്നെ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ, രാഷ്ട്രീയ പ്രവർത്തന ആൾക്കാരുടെ കാര്യത്തിൽ ഇങ്ങനെ ഓരോന്ന് ഇല്ലാത്തത് പറഞ്ഞ് ഇരിക്കുക തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ പൂർണ്ണമായിട്ടും പറയാൻ പറ്റിയിട്ടില്ല. ഇത് വിഷയം വേറെയാണെന്നും കൂടിയും പറയാം. അപ്പോൾ നമ്മുടെ ഷാനവാസ് സാറ് മൂപ്പര് ഇന്നലെ ഒരു പ്രസംഗം നടത്തി. ഇന്നലെ അല്ല, 2-3 ദിവസം മുന്നേ 7 മണിക്ക് ശേഷം നമ്മുടെ മലയാളികളായ കുട്ടികളെ, അതായത് പ്രായപൂർത്തിയായ കുട്ടികളെ രാത്രി സമയങ്ങളിൽ വീടിന് പുറത്തേക്ക് എന്തിനു വിടുന്നു? ശരിക്കും അതൊരു വല്ലാത്തൊരു ചോദ്യം തന്നെയാണത്. കാരണം ഇപ്പോഴത്തെ ലോകത്തെക്കുറിച്ചിട്ട്, നമ്മുടെ കേരളത്തെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഏത് രീതിയിലാണ് നമ്മുടെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒക്കെ രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക വർഗീയത ആയിട്ടുള്ള മയക്കുമരുന്നായിട്ടുള്ള ലോകത്തിലൂടെയാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മുടെ സമ്പത്താണ്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരിക്കലും മറ്റുള്ള ആളുകളിലേക്ക്, അതായത് കഴുകന്മാരായ ആൾക്കാരിങ്ങനെ വട്ടിട്ട് പറക്കുന്നുണ്ട്. അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ, അവരെയൊക്കെ തേടിയിട്ട് വട്ടിട്ട് പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറയാം. ഇന്ന് ഞാൻ കണ്ടൊരു കാര്യമാണ്. നമ്മുടെ മണ്ണാർക്കാട് വെച്ചിട്ട് തന്നെ ഒരു 10-15 വയസ്സുണ്ടാവും. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന പ്രായമാണ് രണ്ടാൾക്കും. ഇവർ ലൈവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് ഉമ്മ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്കും നശിച്ചു പോയി നമ്മുടെ നാട്. കാരണം നമ്മുടെയൊക്കെ ഒരു സംസ്കാരം എന്ന് പറയുമ്പോൾ, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരു പിന്നെ 2-3 പുസ്തകങ്ങളും അതേപോലെ ചോറ്റുപാത്രമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പെൺകുട്ടികളുടെ കയ്യിൽ. കാര്യമായിട്ട് അന്നൊക്കെ ഭയങ്കര എന്താ പറയുക അച്ചടക്കത്തോട് കൂടിയിട്ടാണ് നടന്നതെന്ന്. നമ്മൾ പൊതുസമൂഹത്തെ നമ്മൾ എന്താ പറയുക ആദരിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരെ ബഹുമാനിച്ചിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മണ്ണാർക്കാട് സ്റ്റാൻഡിൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, മണ്ണാർക്കാടത്തെ കാര്യം പോട്ടെ, പാലക്കാട്, കോഴിക്കോട്, പെരിന്തൽമണ്ണ, എറണാകുളം, ഇനിയിപ്പോൾ കേരളത്തിൽ മൊത്തം പറയാം. അപ്പോൾ ഇതാരും ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയല്ല, ഇതൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്. ചില വീഡിയോസൊക്കെ ഈ നമ്മൾ കാണാറുണ്ട് ഫേസ്ബുക്കിൽ. യൂട്യൂബിൽ അത് പറ്റില്ല, അത് നടക്കില്ല. അപ്പോൾ നമ്മുടെ ഈ തലമുറ എവിടേക്കാണ് പോണത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെ ആരാണ് ഇതിന് പിന്നെ വളം വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ആരാണ് അനുവാദം കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാപിതാക്കൾ തന്നെയാണ്. കാരണം നമ്മുടെ പണ്ടത്തെ പരിഷ്കാരങ്ങൾ, ഡ്രസ്സിൻ്റെ കാര്യം പോട്ടെ, അത് അവനവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്കാനും ഭക്ഷണം കഴിക്കാനും യാത്ര ചെയ്യാനൊക്കെ നമ്മുടെ ലോകത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നിരുന്നാലും നമ്മുടേതായ രീതി മറ്റുള്ളവർ അങ്ങനെ എന്താ പറയുക കണ്ട് പുച്ഛിക്കുമ്പോൾ നമുക്കതിൽ വേദന തോന്നുന്നില്ലേ? ഇല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം നമ്മളൊക്കെ അത് ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അവിടെ നമ്മൾ തീവ്രവാദിയാവും. അപ്പോൾ പിന്നെ വാർത്താക്കാർ പറഞ്ഞത് പോക്സോ കേസിൽ ഉൾപ്പെടുത്തും. ഇനിയിപ്പോൾ വേറെ മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കേരളം ഒരുപാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രാത്രി കാലത്തെ കാര്യം തന്നെ ഞാൻ പറയാം. പിന്നെ നമ്മൾ പുറത്ത് പഠിക്കാൻ വിടുന്ന കുട്ടികൾ ഇനി പുറത്തൊന്നും പഠിക്കാൻ വിടണ്ട. ഇനിയിപ്പോൾ അവരെ കാര്യം നമുക്ക് നോക്കാൻ കഴിയില്ല. നമ്മുടെ ഇവിടെ നാട്ടിൽ തന്നെ രാവിലെ സ്കൂളിലേക്കാണ് അല്ലെങ്കിൽ കോളേജിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഇവർ പോകുന്നുണ്ട്. ഇവർ പോണത് സ്കൂളിലേക്കാണോ കോളേജിലേക്കാണോ അല്ലെങ്കിൽ ഏത് വഴിയിലൂടെയാണ് പോണത് എന്നൊന്നും നമുക്കറിയാൻ കഴിയുന്നില്ല. രാവിലെ പോയി അല്ലെങ്കിൽ വൈകുന്നേരം വന്നു ആ ലെവലിലാണിപ്പോൾ. അപ്പോൾ അതൊക്കെ ആരാണ് അനുവദിച്ചു കൊടുക്കണത്? അതിപ്പോൾ നമ്മുടെ ഷാനവാസ് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിള്ളേരെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, അവരെ നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ ചോദിക്കണം എവിടേക്കാണ് പോണത്, എന്തിനാണ് പോണത്, നീ എന്താ ആവശ്യത്തിനാണ് പോണത്, അല്ലെങ്കിൽ ആവശ്യം ഞങ്ങൾ നടത്തിത്തരാമെന്ന് പറയണം. അതിനുള്ള തൻ്റെ ഇടം വേണം മാതാപിതാക്കൾക്ക്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലെ എന്താവും, ദുഃഖിക്കാനുള്ളൊരവസ്ഥയും കൂടിയും വരും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയുക, തെറ്റ് നമുക്ക് പറ്റിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ പാശ്ചാത്തപിക്കുക. അതുകൊണ്ട് എന്താണ് പ്രയോജനം? തെറ്റ് രോഗം വരാതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്. രോഗം വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ചികിത്സിക്കണം. രോഗം വന്ന് മൂർച്ഛിച്ചിട്ട് ഏകദേശം നമുക്കൊരു ഡേഞ്ചറായിട്ടുള്ളൊരവസ്ഥയിൽ എത്തുമ്പോൾ നമ്മളത് പിന്നെ ശമിപ്പിക്കാൻ നോക്കിയിട്ട് ആ രോഗം ഭേദമാവില്ല. അപ്പോൾ നമ്മുടെ ഈ പോലീസുകാരെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓഫീസർമാരെ മോട്ടിവേഷൻ കേൾക്കാനൊന്നും, അല്ലെങ്കിൽ അവരിന്നെ നന്നാക്കാൻ വരണ്ട, അയാളെ പണി നോക്കിക്കോട്ടെ, അയാളെന്താ ഇതിൽ പറയണേ എന്നൊക്കെയാണ് ചില ആൾക്കാരെ കമൻ്റ് ഇട്ടോ. നമ്മളിപ്പോൾ കമൻറ്റിന് ഇപ്പോൾ പഞ്ഞൊന്നുമില്ല കേരളത്തിലിപ്പോൾ വായിൽ നാക്കം കൊണ്ട് കാര്യങ്ങൾ പറയാനാണ് ശരിക്കും മടി. കമൻറ്റ് വഴി ഇപ്പം ഞാൻ ഇന്നലെ പിന്നെ നരേന്ദ്രമോദിയുടെ ഒരു 5 രൂപയ്ക്ക് നല്ല ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അറിയോ, ഇപ്പോൾ അതിൻ്റെ പകരമായിട്ടിട്ടല്ല, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊരു ഫാക്ടറി വരുന്നുണ്ട്. അതായത് ജർമ്മനിയിൽ നിന്ന് ഒഴിവാക്കിയ ഒരു കെമിക്കൽ ഫാക്ടറി. അത് നമ്മുടെ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലല്ല, വേറെ എവിടെയാണ്, എന്തായാലും ഇന്ത്യയിലാണ് വന്നിട്ടില്ല. അപ്പോൾ ജർമ്മനിയിൽ നിന്ന് അത് പൂട്ടി. അവിടുത്തെ ആൾക്കാർക്ക് അത് ഭയങ്കര പ്രശ്നമായപ്പോൾ ക്യാൻസറും മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരുന്ന അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് തന്നെ പൂട്ടിച്ചു. അതിപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത് നമ്മുടെ ഡൽഹിയിലാണ്, എവിടെയാണ് ഇന്ത്യയിൽ എവിടെയാണ് ഇപ്പോൾ പറഞ്ഞ് ഇതാവുന്നില്ല. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭയങ്കര അസുഖങ്ങളാവും. അപ്പോൾ അവിടെ 5 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനൊരു കമൻ്റ് ഇട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദുരന്തമാണ് വരാനിരിക്കുന്നത് ഇനിയും നമ്മുടെ ഇന്ത്യയിൽ എന്ന് കമൻ്റ് ഇടുമ്പോഴത്തേന് എനിക്കൊരു കോൾ വന്നു. അത് പണ്ടടങ്ങിയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് കമൻറ്റ് ബോക്സിൽ പോയിട്ട് സേവ് ആയിരുന്നു. പിന്നെ ഞാനത് പോയില്ല. പിന്നെ ഞാനങ്ങനെ ഓട്ടം പോയി. പിന്നെ ഞാൻ എപ്പോഴോ യൂട്യൂബ് തുറന്ന് നോക്കുമ്പോൾ അതിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നിൻ്റെ അച്ഛനല്ലേ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ അവനെ ഞാൻ കുറച്ച് തന്തയ്ക്ക് വിളിച്ചു. അതിപ്പോൾ നമ്മുടെ മലയാളിയുടെ സ്വഭാവമല്ലേ. കാരണം ഈ സോഷ്യൽ മീഡിയയിൽ തെറി പറയാനാണോ മലയാളി വരുന്നത്? അല്ല, അതാണോ മലയാളിയുടെ സംസ്കാരം? അപ്പോൾ അവന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ വന്നു കഴിഞ്ഞാൽ അവനെ ഞാൻ ഇനി അതിൻ്റെ അപ്പുറം വിളിക്കും. അല്ല, അങ്ങനെയാണോ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, അത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഒരു ആളുടെ ആവശ്യമില്ലാത്ത രീതിയിൽ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഞാൻ വേണ്ടാത്തത് പറയില്ല. നല്ലത് കണ്ടാൽ ഞാൻ നല്ലത് പറയും, മോശം കണ്ടു കഴിഞ്ഞാൽ ഞാനത് മോശമായി എന്ന് മാത്രമേ പറയുള്ളൂ. ആ വീഡിയോ എന്താണോ അതിനോട് യോജിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. അല്ല, ഞാൻ ഒരാളെ അപ്പന് വിളിക്കുക, അമ്മയ്ക്ക് വിളിക്കുക, പെങ്ങൾക്ക് വിളിക്കുക, അല്ല അടിവസ്ത്രമില്ലാത്ത കാര്യം പറയുക, ഞാൻ ഒന്നും പറയാറില്ല. എനിക്കത് താല്പര്യമില്ല. അപ്പോൾ അതാണ് നമ്മുടെ മലയാളിയുടെ ഏറ്റവും വലിയ സംസ്കാരം.
അപ്പോൾ നമ്മുടെ മലയാളികൾ ഓരോ ദിവസം ഇനിയിപ്പോൾ എത്ര വലിയ ആളാണെങ്കിലും എത്ര ചെറിയ ആളാണെങ്കിലും നമുക്കിപ്പോൾ ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ, പരമാവധി മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണം. ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, ഒരു ശ്രുതി പറഞ്ഞൊരു പെണ്ണ്, ഒരു സ്ത്രീ ഗൾഫിൽ പോയിട്ട് കുറേ പൈസ ഉണ്ടാക്കി. അപ്പോൾ ഒരു സ്ത്രീ പൈസ ഉണ്ടാക്കി ഒരു വീട് വെച്ചാൽ പിന്നെ അവളെ ശരീരം വിറ്റിട്ടാണ് എന്നാണ് നമ്മുടെ മലയാളിയുടെ പ്രശ്നം. എന്തുട്ടത് അല്ല അറിയാണ്ട് ചോദിക്കുകയാണേ. ആദ്യം ഇതുപോലെയുള്ള ബാഡ് കമൻ്റ് ഇടുന്ന ആൾക്കാരൊക്കെയാണ് ശരിക്കും വെടി വെച്ച് കൊല്ലുന്നത്. അല്ലാതെ എന്താ പറയുക, അതിനി പറഞ്ഞിട്ടൊന്നും പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ വിഷയം ഇതാണ് കേട്ടോ. KSRTC വൻ ലാഭത്തിലാണെന്ന് പറഞ്ഞിട്ട്, ലാഭമാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആദ്യം KSRTCയുടെ ബോഡി ഒന്ന് മെയിൻ്റനൻസ് ചെയ്തിട്ട് പ്രൈവറ്റ് ബസ്, ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ KSRTC 150 ഇലക്ട്രിക് ബസ് തിരുവനന്തപുരം സിറ്റിയിൽ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൊട്ടിച്ചു. ശരി, ഗണേഷ് കുമാർ സാർ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ഒക്കെ അത് നഗരസഭ മാത്രം അറിയണം, അല്ലാതെ ഞങ്ങളറിയില്ല, KSRTC അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ ബാക്കി ഇനിയിപ്പം തിരുവനന്തപുരം സിറ്റിയിലേക്ക് കൊടുത്താൽ 150 ബസ്സുകൾ ഇറക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 300ഓളം ബസ്സുകൾ KSRTC AC ബസ്സുകൾ അവിടെ തുരുമ്പിച്ച് കിടക്കുന്നുണ്ട്. അവിടെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ KSRTC ബസ്സിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊന്നുമില്ലാതെ ഇതൊക്കെ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ വെറും പൊട്ടത്തരങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കാരണം എത്രയോ ബസ്സുകൾ, പ്രൈവറ്റ് ബസ്സുകൾ തന്നെ പെർമിറ്റ് റദ്ദാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ ഈ ആൻ്റണി രാജു കാരണം ഒരുപാട് ജീവിതങ്ങൾ, പ്രൈവറ്റ് ബസ്സുകാരുടെ ജീവിതങ്ങൾ കുളമാക്കിയിട്ടുണ്ട്. അതിനൊക്കെ എല്ലാവരും അനുഭവിക്കും, അയാൾ തന്നെ അനുഭവിക്കും. അപ്പോൾ എന്തായാലും KSRTC ബസ് ഓടിക്കോട്ടെ. അത് KSRTC എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളെ ബസ്സാണ്, അല്ലാതെ സർക്കാരിൻ്റെ ബസ്സല്ല. അപ്പോൾ പൊതുജനങ്ങൾക്ക് എന്താണോ ആ ബസ്സിൽ ആവശ്യം അതാണ് ആദ്യം നടത്തി കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ റെക്കോർഡ് ഇട്ടു, നിങ്ങൾ ഇത്ര കോടികൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ KSRTCത്തെ മന്ത്രിമാർക്ക് മാത്രമാണ് ഇതിൻ്റെ പൈസ കിട്ടുന്നത്. എന്തോ ഞാനിതിന് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ എന്തെങ്കിലുമൊക്കെ ഒരു വള്ളി കേസായിട്ട് വരാം. നാളെ അപ്പോൾ പുതിയൊരു വാർത്ത വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാർത്തയ്ക്കായി നിങ്ങൾ കാത്തിരിക്കണേ. നമ്മൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ ഇവിടെ ഒറ്റയ്ക്കെന്ന് പറയുന്നു, അവ ഒന്നെങ്കിൽ ഭ്രാന്തനാവെന്ന് പറയണ്ടാവും. എന്തോ നമുക്ക് ഭ്രാന്താണെന്നുള്ളത് നമുക്ക്